ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ റോക്കിയുടെ അടുത്തു നിന്നുണ്ടായ ഫിസിക്കൽ അസോൾട്ടിന് ഇരയായ ഒരു മത്സരാർത്ഥിയായിരുന്നു സിജോ. റോക്കിയുടെ അടുത്തു നിന്നുണ്ടായ ഇടിയുടെ ആഘാതത്തിൽ സിജോയുടെ താടിയെല്ലിന് സാരമായി പരിക്കേറ്റിരുന്നു. അതുകൊണ്ട് തന്നെ സിജോക്ക് സർജറിക്ക് വിധേയനാകേണ്ടി വന്നു. എന്നാൽ വളരെയധികം വേദന കടിച്ചമർത്തിയാണ് താൻ ഹൗസിൽ ഗെയിം കളിച്ചിരുന്നതെന്ന് ഒരിക്കൽ പോലും സിജോ വെളിപ്പെടുത്തിയിരുന്നില്ല. അന്നത്തെ ആ ഇൻസിഡന്റിന് ശേഷം താൻ എന്തൊക്കെ അനുഭവിച്ചു എന്ന് വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയാണ് സിജോ. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് തന്റെ മെഡിക്കൽ കണ്ടീഷൻ സിജോ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സിജോ പറയുന്നത് ഇങ്ങനെ: ഞാൻ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണിത്. എന്റെ ഈ അവസ്ഥയ്ക്കെല്ലാം കാരണമായ ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം ആ ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നു. അതിൽ ന്യായീകരിച്ച് മെഴുകുന്നത് കണ്ടിരുന്നു. ആദ്യം ഞാൻ കരുതിയത് അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട എന്നാണ്. ഹൗസിലുള്ള സമയത്ത് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾക്കെതിരെ ഞാൻ തീർച്ചയായും പ്രതികരിച്ചിട്ടുണ്ട്. അതിനെ അഹങ്കാരിയായി ടാഗ് ലൈൻ നൽകി ആരും കാണരുത്. സംസാരിക്കേണ്ട കാര്യങ്ങൾ ആരോടായാലും സംസാരിക്കണം. 16-ാം ദിവസം എനിക്ക് സംഭവിച്ച ആ പ്രശ്നത്തിന് ശേഷം സർജറി വരെ ചെയ്യേണ്ടി വന്നു. ബിഗ് ബോസ് അവസാനിച്ചപ്പോഴേക്ക് ഞാൻ 13 കിലോ ഭാരം കുറഞ്ഞു. സർജറിക്ക് ശേഷം എനിക്ക് ചില സൈഡ് എഫക്ട്സ് വന്നിരുന്നു. മസിൽ ലോസ് ഉണ്ടായി. ശരീരഭാരം ഒരുപാട് കുറഞ്ഞു. ഓരോ ദിവസം ഏകദേശം ഓരോ കിലോ വെച്ച് കുറയുന്ന അവസ്ഥയുണ്ടായി. ബിഗ് ബോസിൽ വരുമ്പോൾ 83 കിലോ ഉണ്ടായിരുന്നു ഞാൻ. പിന്നീട് അത് 70 കിലോയായി കുറഞ്ഞു. സർജറി, ശരീരത്തിൽ സ്റ്റിച്ചിടൽ, ഇതൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത്. അനസ്തേഷ്യയും ആദ്യമായാണ് ശരീരത്തിൽ ഉപയോഗിക്കുന്നത് എന്നും താരം വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ പല ഭാഗത്തും ചുവന്ന പാടുകൾ വന്നു തുടങ്ങി. മുടിയും കൊഴിഞ്ഞു. മുഖക്കുരു വന്നു. അതുകൊണ്ട് തന്നെ സിമ്പതി വേണ്ടെന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് ഹൗസിലായിരുന്നപ്പോൾ എന്റെ വയ്യാത്ത അവസ്ഥ പുറത്തറിയിക്കാതെ ഞാൻ ഗെയിം കളിച്ചിരുന്നത്. എന്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഹൗസിലേക്ക് വീണ്ടും തിരികെ വന്നത്. എന്നാലും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് ടാബ്ലറ്റ്സും എനിക്ക് കഴിക്കാനുണ്ടായിരുന്നു. എന്തായാലും വരുന്ന ഓഗസ്റ്റ് 5-ന് വീണ്ടും ഒരു ഓപ്പറേഷൻ ഉണ്ട് എന്നും സിജോ വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.